ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തത് നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വേറൊരാളുമായിട്ട് നമ്മൾ ആശയവിനിമയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഷെയറിങ് ഓഫ് ഇൻഫോർമേഷൻ, അതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അണ്ടർസ്റ്റാൻഡിങ് ഫോർ ഷെയറിങ് ഓഫ് ഐഡിയാസ് ഇൻ കോമൺ അല്ലേ. നമ്മൾ ടു പേഴ്സൺസ് അവരുടെ ഐഡിയാസും അവരെ അണ്ടർസ്റ്റാൻഡിങ്സും അവരുടെ ഫീലിങ്സും ഒക്കെ ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മേ ബി മെയ്ഡ് ത്രൂ ഓറൽ ഓർ റിട്ടൺ അല്ലേ. നമുക്ക് ഒന്നെങ്കിൽ ഓറൽ ഫോർമാറ്റിൽ അല്ലെങ്കിൽ റിട്ടൺ ഫോർമാറ്റിൽ എഴുതുന്നതും എന്താ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. നമ്മളൊരാൾക്ക് ലെറ്റർ ആയിട്ട് എഴുതി കൊടുക്കുക ആയാലും ശരി, SMS ടൈപ്പിൽ ചെയ്യുന്നതായാലും ശരി, അതും ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓറൽ ഓർ റിട്ടൺ ഫോർമാറ്റിൽ ഉണ്ടായിരിക്കും. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Communication is a two-way process of reaching mutual understanding in which participants not only exchange information but also create and share meaning അല്ലേ. ഒരു ഇൻഫോർമേഷൻ മാത്രം ഷെയർ ചെയ്യുന്നതിനേക്കാളും നമുക്കൊരു മീനിങ് ഫുൾ ആയിരിക്കുകയും ചെയ്യും. അതേപോലെ എന്താ പറയുക, ഐഡിയാസ് ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ എന്താ പറയുന്നത് ഒരു കോമൺ ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ പ്രോസസ്സ് ആയിരിക്കും വേണ്ടത്? ഫസ്റ്റ് വൺ എന്താണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഫസ്റ്റ് വൺ സെൻഡർ. സെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ദർ ആർ ടു ഫാക്ടേഴ്സ് ദാറ്റ് വിൽ ഡിറ്റർമിൻ ഹൗ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് വിൽ അല്ലേ. നമുക്കൊരു സെൻഡർ ഉണ്ടായിരിക്കണം. നമ്മൾ വെറുതെ ഒരു ചുമരിനോട് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കൊരു സെൻഡർ ഉണ്ടായിരിക്കണം. ഒരു സെൻഡറും ഒരു റിസീവറും ഉണ്ടായിരിക്കണം. അപ്പോഴേ എന്താവുള്ളൂ, കമ്മ്യൂണിക്കേഷൻ ആവുള്ളൂ. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാണ് പറയുന്നത്. സെൻഡർ ഉണ്ടായിരിക്കണം, റിസീവർ. ഒരാൾ അയക്കാനുണ്ടാവണം. നമ്മൾ അയച്ച സന്ദേശം, നമ്മളെ ഐഡിയാസോ നമ്മളെ ഫീലിങ്സോ റിസീവ് ചെയ്യാൻ ഒരു അതർ പേഴ്സണും ഉണ്ടായിരിക്കണം. അപ്പം ഒരു സെൻഡർ, ഫസ്റ്റ് വൺ പ്രോസസ് സെൻഡർ എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഫാക്ടർ ഈസ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ആറ്റിറ്റ്യൂഡ് ഇറ്റ് മസ്റ്റ് ബി പോസിറ്റീവ്. ദ സെക്കൻഡ് ഫാക്ടർ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ സെലക്ഷൻ മീനിങ് ഫുൾ സിമ്പിൾസ് അല്ലേ. അപ്പോൾ സെൻഡർ ഉണ്ടായിരിക്കുക. ദെൻ സെക്കൻഡ് വൺ മെസ്സേജ് അല്ലേ. ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ മീഡിയം എന്ന് പറയുന്നത് എന്താ? അതായത് ഒന്നെങ്കിൽ ടെലിഫോൺസ് മീഡിയ, ഒന്നെങ്കിൽ ഫേസ് ടു ഫേസ് ആയിരിക്കും, അല്ലെങ്കിൽ ടെലിഫോൺ, അല്ലെങ്കിൽ ലെറ്റർ, അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ, അങ്ങനെ എന്തെങ്കിലും ഒരു മീഡിയം വഴിയായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ. ഒന്നെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് ആയിരിക്കും, അതല്ല എവിടെയോ നിൽക്കുന്ന ഒരാളായിട്ട് നമ്മൾ ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾ കേൾക്കില്ല. അപ്പോൾ ത്രൂ എന്താ ടെലിഫോണോ അല്ലെങ്കിൽ ഇമെയിൽ കമ്പ്യൂട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മീഡിയ ഉണ്ടായിരിക്കണം, സെൻഡർ ഉണ്ടായിരിക്കണം, മെസ്സേജ് ഉണ്ടായിരിക്കണം, പിന്നെ നമ്മൾ പറഞ്ഞ റിസീവർ ഉണ്ടായിരിക്കണം. ദെൻ എൻകോഡിങ് മനസ്സിലാകുന്ന എന്താ? കമ്മ്യൂണിക്കേറ്റഡ് മെസ്സേജ് മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എ കോമൺ ലാംഗ്വേജ് വിച്ച് റിഫ്ലെക്ട്സ് ദ ഐഡിയ. മെസ്സേജസ് മസ്റ്റ് ബി എൻകോഡഡ്. അതായത് എൻകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലാംഗ്വേജ്, നമ്മളൊരു അയക്കുന്ന ഒരു ലാംഗ്വേജ്, അതിനെയാണ് നമ്മൾ എൻകോഡിങ്. അതായത് ഇവിടുത്തെ സെൻഡർ അയക്കുന്ന ഒരു മെസ്സേജിനെയാണ് നമ്മൾ എൻകോഡിങ് എന്ന് പറയുന്നത്. അയാൾ അതൊരു ലാംഗ്വേജിലായിരിക്കും അയക്കുക. അത് ദെൻ സെക്കൻഡ് വൺ ഡീകോഡിങ്. അത് റിസീവർക്ക് കിട്ടുമ്പോൾ നമ്മൾ എൻകോഡ് ചെയ്ത മെസ്സേജിനെ അയാൾ എന്ത് ചെയ്യണം, ഡീകോഡ് ചെയ്തെടുക്കുക. അപ്പോഴാണ് അത് കമ്മ്യൂണിക്കേഷൻ ആവുക. റിസീവർ ട്രാൻസ്ലേറ്റ് ദ മെസ്സേജ് ഇൻ ടു ടേംസ് ദാറ്റ് വിൽ മീനിങ് ഫുൾ അല്ലേ. അയാൾക്ക് മീനിങ് ഫുൾ ആയ ടേംസിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡീകോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എൻകോഡിങ് ഉണ്ടായിരിക്കണം, അതായത് സെൻഡർ കൊടുക്കുന്നത്. ദെൻ ഡീകോഡിങ് ഉണ്ടായിരിക്കണം. ദെൻ ഫീഡ്ബാക്ക്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കണം. അപ്പോൾ അത്രയും പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ അത്രയും പ്രോസസ്സ് ഉണ്ടായിരിക്കണം. അതായത് സെൻഡർ ഉണ്ടായിരിക്കുക, ദെൻ കമ്മ്യൂണിക്കേഷനിൽ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം, ദെൻ എന്താണ് അതിനൊരു റിസീവർ ഉണ്ടായിരിക്കണം, ഒരു മീഡിയ ഉണ്ടായിരിക്കണം, ദെൻ അത് എൻകോഡിങ് ആയിരിക്കണം, ഡീകോഡിങ് ആയിരിക്കണം, ലാസ്റ്റ് വൺ എന്താണ് ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്തിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ ടൈപ്സ്. ദർ ആർ മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ദെൻ സെക്കൻഡ് വൺ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ രണ്ടാണ്, വെർബൽ ആൻഡ് നോൺ വെർബൽ. വാട്ട് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? അതായത് കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ഐദർ ഇൻ ദ ഫോം ഓഫ് ഫേസ് ടു ഫേസ് എക്സ്പ്രഷൻ ഓർ ഇൻ ദ ഫോം ഓഫ് റിട്ടൺ വേർഡ്സ് അല്ലേ. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിട്ടൺ ഫോർമാറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ വെർബൽ ആയിരിക്കും. കുറച്ച് വെർബൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അത് ഐദർ ഒന്നെങ്കിൽ ഓറൽ ഫോർമാറ്റിലായിരിക്കും അല്ലെങ്കിൽ റിട്ടൺ ഫോർമാറ്റിലായിരിക്കും. വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 ടൈപ്സ് ആയിരിക്കും ഉണ്ടാവുക.
2 ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ ഓറൽ ആയിരിക്കാം, അല്ലെങ്കിൽ റിട്ടൺ. ഓക്കെ, അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഐദർ ഓറൽ അല്ലെങ്കിൽ റിട്ടൺ, ഫേസ് ടു ഫേസോ അല്ലെങ്കിൽ റിട്ടൺ ഫോർമാറ്റിലോ എഴുതുന്ന കമ്മ്യൂണിക്കേഷനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. ഞാൻ സെക്കൻഡ് വൺ എന്താണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീക്കിംഗ് ആയിരിക്കും. എങ്ങനെ? ബോഡി ലാംഗ്വേജ്, അതായത് നമ്മൾ ബോഡി ലാംഗ്വേജസ് ഉപയോഗിച്ച് നമുക്ക് ചിലത് നമുക്ക് നോട്ടങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാളുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് അയാളെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് അയാൾ ദേഷ്യത്തിലാണോ അല്ലെങ്കിൽ സോഫ്റ്റ് ആണോ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ബോഡി ലാംഗ്വേജ്. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ സൈൻസ്, ചില സിമ്പിൾസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഇൻഫോർമേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനാണ് എന്ത്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ദർ ആർ മെനി 2 ടൈപ്സ്, വെർബൽ ആൻഡ് നോൺ വെർബൽ. വെർബൽ എന്ന് പറഞ്ഞാൽ റിട്ടൺ ഓഫ് ഓറൽ ആയിരിക്കും, നോൺ വെർബൽ ബോഡി ലാംഗ്വേജ് സയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് കുറച്ച് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫിൽറ്ററിങ്. ഫിൽറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംടൈംസ് ഇൻഫോർമേഷൻ ഈസ് ഫിൽറ്റർഡ് ബൈ ദ സെൻഡർ ഹിംസെൽഫ്, അല്ലേ? ചിലപ്പോൾ ഒരു ഫിൽറ്ററിങ് അതിൻ്റെ ബാരിയറാണ്. അത് നമ്മൾ ഒരാൾ ഒരു മെസ്സേജ് അയക്കാം, അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കും, നമ്മൾ അയക്കുന്നത് ഇസ് ഇറ്റ് ഓക്കെ, അല്ലെങ്കിൽ ദ മെസ്സേജ് ഷുഡ് ബി എന്താ പറയുക റിയൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിൽറ്ററിങ് നമ്മളെ ഒരു പ്രോസസ്സിൽ നടക്കും, അല്ലേ? ചുമ്മാ ഇപ്പം എന്ത് പറഞ്ഞാലും വയ്യാകലിയാവുന്നൊരു ലോകമാണ് ഇപ്പം നമ്മളത്. അപ്പം നമ്മൾ ഒരാൾക്കത് നമ്മൾ അയക്കണ മെസ്സേജ് എന്തെങ്കിലും ഹാംഫുൾ, അതായത് ഹാംഫുൾ മീൻസ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക സോഷ്യൽ ആസ്പെക്റ്റിൽ നിന്നിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരു കണ്ടന്റ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഒരു ഫിൽറ്ററിങ് നടത്തിയിട്ടായിരിക്കും നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ അതൊരു ബാരിയാണ്, നമുക്ക് ഫ്രീലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ദെൻ സെലക്റ്റീവ് പെർസെപ്ഷൻ, അതായത് എന്താണ് ഇതിൽ പറയുന്നത്? പീപ്പിൾസ് ഇന്റർപ്രറ്റ് ഇൻഫർമേഷൻ ഇൻ ടേംസ് ഓഫ് സ്റ്റീരിയോടൈപ്സ് വിച്ച് ഈസ് മിസ്ലീഡിങ് ഇൻഫർമേഷൻ, അല്ലേ? അതായത് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്നാൽ ചില സമയത്ത് നമ്മൾ അയക്കുന്ന ഇൻഫർമേഷൻ മിസ്ലീഡ് ചെയ്തു പോവാം, അല്ലെങ്കിൽ അവരൊരു സ്റ്റീരിയോ ടൈപ്പായിട്ട്, അതായത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്താ ചെയ്യാം, മിസ്ലീഡ് ചെയ്തു പോകാം. അപ്പോൾ ഒരു സെലക്റ്റീവ് പെർസെപ്ഷൻ അതിൽ നടക്കുന്നുണ്ട്. ദെൻ ഇമോഷൻസ് എന്തൊരു ബാരിയർ അല്ലേ? നമ്മൾ ചിലപ്പോൾ ഒരു ഇമോഷൻ്റെ പുറത്തൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ പറയാറില്ല, നമ്മളത് അധികം ദേഷ്യം പിടിക്കുമ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കമ്മ്യൂണിക്കേഷൻ ഇമോഷൻസ് ബേസിൽ നമുക്ക് നടത്തുന്നതും എന്താണ് ഒരു ബാരിയറാണ്. ദെൻ ലാംഗ്വേജ് ഓർ സെമാൻറ്റിക് ബാരിയർ, അല്ലേ? ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്. നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. നമുക്ക് ചിലപ്പം നമുക്കറിയാത്തൊരു ഭാഷേൻ്റെ മെസ്സേജാണ് വരുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അപ്പം ലാംഗ്വേജ് ഒരു ബാരിയറാണ്. ദെൻ ഇൻഫോർമേഷൻ ഓവർലോഡ്, ടു മച്ച് ഇൻഫോർമേഷൻസ് ആകുമ്പോഴും അതൊരു ബാരിയറാണ്. ദെൻ ടൈം പ്രഷർ, അല്ലേ? അതായത് ഒരു നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനൊരു റിപ്ലൈ ഒരു നിശ്ചിത ടൈമിൻ്റെ ഉള്ളിൽ കിട്ടണം. നമ്മളിപ്പോൾ ഇന്നലെ ഒരു മെസ്സേജ് അയച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്ലൈ കിട്ടിയിട്ട് കാര്യമുണ്ടോ, അല്ലേ? അപ്പോൾ ഒരു ടൈം ഇറ്റ്സ് ഒരു ഫാക്ടറാണ്. ടൈമിന് ഉള്ളിൽ നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ അത്രയും ബാരിയേഴ്സാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയപ്പോൾ നമ്മൾ ബാരിയർ പറഞ്ഞാൽ ഫിൽറ്ററിങ് ഉണ്ടായിരിക്കണം, സെലക്റ്റീവ് പെർസെപ്ഷൻ ആണ്, ഇമോഷൻസ് ഉണ്ടായിരിക്കും, ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവും, ഇൻഫോർമേഷൻ ഓവർലോഡഡ് ആണ്, ദെൻ ടൈം പ്രഷർ. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ നോക്കി ഇതിൻ്റെ അകത്ത്. ദെൻ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മോട്ടിവേഷൻ. അതായത് ഇനി ഇ കൊമേഴ്സിൽ എന്താ സംഭവിക്കുന്നത്? മോട്ടിവേഷൻ ആൻഡ് റിവാർഡ്. എംപ്ലോയീസിന് മോട്ടിവേഷൻ, അവരെ റിവാർഡും. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടിവേഷൻ ഈസ് റിവാർഡ് ഫ്രം ദ എ മോട്ടീവ് ഈസ് എൻ ഇന്നർ സ്റ്റേറ്റ് ദാറ്റ് energizes activities or more than direct channels behavior towards goals. അതായത് ജനങ്ങളെ, അതായത് പീപ്പിൾസിനെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഒക്കെ വർക്കിനെ നമ്മൾ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ഇന്നർ സ്റ്റേറ്റിനെയാണ് നമ്മൾ
മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരാൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കുന്നത്, ഒരു എംപ്ലോയിക്ക് നമ്മൾ കുറച്ചൊരു മോട്ടിവേഷൻ കൊടുക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്, അയാൾ കുറച്ചും കൂടി അയാളുടെ ഗ്രോത്ത് ഡെവലപ്പാവും, അയാളുടെ എന്താ പറയുക കപ്പാസിറ്റി എന്താണെന്നുണ്ടെങ്കിൽ സ്കില്ല് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കാനും അയാളെ പൊട്ടൻഷ്യൽ കൂട്ടിയെടുക്കാനും നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നുണ്ട്, മോട്ടിവേഷൻ കൊണ്ട് പറ്റുന്നുണ്ട് അല്ലേ. അതോടുകൂടി എന്തായി, സ്ട്രോങ് പോസിറ്റീവ് മോട്ടിവേഷൻ വിൽ ബൂസ്റ്റ് ദ ഔട്ട്പുട്ട് ഓഫ് എംപ്ലോയീസ്, ബട്ട് ദ നെഗറ്റീവ് മോട്ടിവേഷൻ അല്ലേ, മോട്ടിവേഷൻ നമുക്ക് രണ്ട് രീതിക്കുണ്ട്, ഒന്നെങ്കിൽ പോസിറ്റീവ് മോട്ടിവേഷനുണ്ട് നെഗറ്റീവ് ഉണ്ട്. നമ്മളൊരു നല്ല പോസിറ്റീവ് മോട്ടിവേഷനാണ് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, ആ ഓർഗനൈസേഷൻ്റെ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിൽ അതേപോലെ നേരെ തിരിച്ച് ആ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിനെ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ മോട്ടിവേഷൻ. അപ്പം നല്ല മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടി എംപ്ലോയീസിൻ്റെയും ഗ്രോത്ത് കൂടാൻ പറ്റും, അതർ ദാൻ നമ്മളെ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മോട്ടിവേഷൻ്റെ കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണ്. മോട്ടിവേഷൻ പ്രിവെൻറ്റ്സ് നെഗറ്റിവിറ്റി അല്ലേ, ഒരു നല്ല മോട്ടിവേഷൻ ആണെങ്കിൽ നെഗറ്റിവിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും അല്ലേ. അതായത് എംപ്ലോയീസിന് കുറച്ചും കൂടി നല്ലൊരു പോസിറ്റീവ് വേയിൽ വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ബൂസ്റ്റ് ദ എനർജി ലെവൽസ്, എംപ്ലോയീസിൻ്റെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനൊരു മോട്ടിവേഷൻ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എൻഹാൻസ് വിൽ പവർ, അവരുടെ വിൽ പവർ എൻഹാൻസ് ചെയ്യുന്നു. മോട്ടിവേഷൻ ഇൻക്രീസസ് യുവർ ചാൻസസ് ഫോർ സക്സസ്, നമ്മളെ സക്സസ്സിലേക്കുള്ള ചാൻസ് ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് ചില മോട്ടിവേഷൻ കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല ഇന്ന് തന്നെ നന്നായി കളയാം, കുറച്ചുകൂടി ഇതാവാമെന്നൊക്കെ തോന്നാറില്ലേ, അതേ സെയിം തന്നെയാണ്. അപ്പോൾ എംപ്ലോയീസിന് നല്ലൊരു രീതിക്കുള്ള മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ അവരെ എന്ത് സംഭവിക്കുന്നു, അവർക്ക് സക്സസ്സിലേക്കുള്ള ചാൻസ് കുറച്ചുകൂടി കൂടുന്നു. ദെൻ ഇംപ്രൂവ്സ് ഡിസിഷൻ മേക്കിംഗ്, ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് ഹെൽപ്പ് ആവുന്നുണ്ട്. ഇൻക്രീസ് യുവർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഔട്ട്പുട്ട്, അവരെ ഔട്ട്പുട്ടും അവരെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഹെൽപ്സ് പ്രയോറിറ്റൈസ് ടാസ്ക്, അവരെ ടാസ്ക് എന്തൊക്കെ ജോലികളാണെന്നുള്ളത് അതിനെ പ്രയോറിറ്റി, അതിന് ഓരോ എന്താണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മോട്ടിവേഷൻ കൊണ്ട് ഹെൽപ്പ് ആവുന്നുണ്ട്. മോട്ടിവേഷൻ ഹെൽപ്സ് അച്ചീവ് ഗോൾസ്, ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ എന്താണ്, സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് ഉണ്ടാവുന്നു. ക്രിയേറ്റീവ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇംപ്രൂവ്സ് ഹെൽത്ത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്, മോട്ടിവേഷൻ കൊടുക്കുന്നതോടുകൂടി ഒരു എംപ്ലോയീസിന് സംഭവിക്കുന്നു. ദെൻ മോട്ടിവേഷൻ തിയറീസ്, ദെൻ നമ്മൾ നോക്കുന്നത് മോട്ടിവേഷൻ തിയറിയാണ്. മോട്ടിവേഷൻ തിയറിയിൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു ഗ്രാഫാണ്. ഓക്കെ, മോട്ടിവേഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫാണ്. അതായത് ഫസ്റ്റ് ഗ്രാഫിൽ നമുക്ക് സെൽഫ് എക്വലൈസേഷൻ സംഭവിക്കുന്നു, സെൽഫ് എക്വലൈസേഷൻ. ദെൻ സെക്കൻഡ് ഇതിൽ വരുന്നത് എസ്റ്റീം, പറഞ്ഞത് അതെന്താണെന്നുള്ളത്. ദെൻ സോഷ്യൽ, ദെൻ സേഫ്റ്റി, ലാസ്റ്റ് വൺ സൈക്കോളജിക്കൽ. ഓക്കെ, അപ്പം ഇതാണ് മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത്. അതായത് മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എൻ ഹൈറാർക്കി തിയറി. ഓക്കെ, ഇതാണ് അതിൻ്റെ ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഹൈറാർക്കി തിയറി ആണ്. അതായത് ഒരു മോട്ടിവേഷൻ കാരണം നമുക്ക് ഒരു സൈക്കോളജിക്കൽ നീഡ് എന്ത് പറ്റുന്നു, സൈക്കോളജിക്കൽ നീഡിനെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഒരു മോട്ടിവേഷൻ നമ്മൾ സൈക്കോളജി ലെവലിൽ. അതേപോലെ തന്നെ സെക്യൂരിറ്റി ഓർ സേഫ്റ്റി നീഡ്സ്, അതായത് സേഫ്റ്റി ലെവലിൽ ഒരു എംപ്ലോയീൻ്റെ ഒരു വ്യക്തിനെ വെച്ചിട്ട് നമ്മൾ ആലോചിക്കുക, അയാളുടെ സൈക്കോളജിക്കൽ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോട്ടിവേഷൻ കൊണ്ട് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഒരു ഹൈറാർക്കിക്കൽ തിയറി. അതേപോലെ സേഫ്റ്റി ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ സോഷ്യൽ നീഡ്സ് അല്ലേ, സോഷ്യലി അയാൾക്ക് വെൽഫെയർ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ എസ്റ്റീം നീഡ്സ്, അതായത് അയാളുടെ സോഷ്യൽ നീഡ്സ്, ദേ വാണ്ട് ടു ഹെൽപ്പ് ദ എസ്റ്റീം ബോത്ത് ഓഫ് ദംസെൽഫ് അല്ലേ, അയാളുടെ സോഷ്യലിയും അതേപോലെ അയാളുടെ പേഴ്സണലി നീഡ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടാവാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഗ്രാഫാണ്, അതായത് ഇത്രയും കാര്യങ്ങൾ ഒരു എംപ്ലോയി ലെവലിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് മോട്ടിവേഷൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ.